പ്രണവ് ആണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ സിനിമയിലൂടെ നല്ല കഴിവുള്ള നടനാണെന്ന് തെളിയിച്ച ആളാണ്. അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ സിനിമയായ സാഗർ ഇലിയാസ് ജാഗിയിലും ഒരു ഷോട്ടിൽ ലാലേട്ടൻ ഒരു ലുക്ക് തരുന്നത്, ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറച്ചിൽ ലുക്ക് തരുന്ന ഒരു ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ പ്രണവ് നായകനാകുന്ന ഒരു സിനിമ വരുന്നു ഇങ്ങനെ ന്യൂസ് വന്നു. അതുകൊണ്ട് ന്യൂസുകളാണ് കാര്യം. ഞാൻ ആ ചിത്രം ദുബായിൽ ഷൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫാമിലിയായിട്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഷോട്ടിൽ അദ്ദേഹത്തിന് ചേർക്കുന്നത്. എൻ്റെ മകന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവസാനം അവൻ സമ്മതിച്ചു. അപ്പോൾ അതുകൊണ്ട് അടുത്ത സിനിമ സംഭവിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു എഫേർട്ടൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. ഒരു ഫാൻസ് ക്ലബ് അസോസിയേഷൻ ഒക്കെ ഉള്ള ഒരു ആളാണ് ലാലേട്ടൻ. അപ്പോൾ അവരോടൊക്കെ ചേർന്ന് ചാരിറ്റി വർക്ക്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രോജക്ട്സ് എന്താണ്? പുതിയ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ സിനിമ അതോ അല്ലാതെയോ? ചാരിറ്റി വർക്ക്സിൽ ഈ ഫാൻസ് അസോസിയേഷനുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പരിചയമുള്ള ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. അവർ നമ്മളോട് ഒരുപക്ഷെ പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും അവർ വന്ന് നമ്മളെ കാണിക്കുന്നത്. അവരൊരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് പേർക്ക് വീൽ ചെയർ കൊടുക്കുന്നുണ്ട്, പഠിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മളറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പുതിയതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഇപ്പം വളരെ അടുത്ത കാലത്ത് പിന്നെ പേപ്പറിലൊക്കെ വന്നിട്ട് ഒരു ഫാമിലിക്ക് ഒരു വീടൊന്നുമില്ല, അവരൊരു പുറമ്പോക്ക് സ്ഥലത്തൊക്കെ താമസം അവിടെ നിന്ന് അവിടെ മാറ്റാനായിട്ട് ഒക്കെ പോയിട്ട് ഇവർ വേറൊരു സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുത്തു. അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അത് അറിയാതെ സംഭവിക്കുന്നതാണ്, അല്ലാതെ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവരടുത്ത് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ലാലേട്ട ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ആളാണല്ലോ ലാലേട്ടൻ. അപ്പോൾ ഇത്രയും ഈ തിരക്കിനിടയിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേ? റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്ര പ്രയാസം. അതിനിടയിൽ തിരക്കെന്ന് പറയുന്നൊരു ഘടകമില്ലല്ലോ അല്ലേ. നമ്മളൊരാളെ ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ സമയമെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഇത് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുമില്ല റിലേഷൻഷിപ്പ്, അങ്ങനല്ലേ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിന് എന്നെ നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ അയാളെ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ചീത്ത എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം നല്ലത് മാത്രമായിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെയധികം സൗഹൃദം ഒരുപാട് ഉണ്ടെങ്കിലും സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ വരുന്നോ 2 പേരേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരുപാട് പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കയ്യിലൊതുക്കാവുന്ന കുറേ സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അവരുമായിട്ടൊക്കെ എല്ലാ ദിവസവും ചിലപ്പോൾ സംസാരിക്കും, ചില ദിവസം സംസാരിക്കാറില്ല, ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്താ എന്നെ വിളിക്കാത്തത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് വിളിക്കാതിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതൊരു മനഃപൂർവ്വം ഫോഴ്സ്ഡായിട്ടൊന്നും അല്ല സൗഹൃദം കൊണ്ടുപോകേണ്ടത്, അതറിയാതെ സംഭവിക്കേണ്ടതാണ്. അത് ഫുൾ ഇപ്പോൾ എന്താ പറയുക, സ്നേഹത്തിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ലവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫിയർ ഒന്നുമില്ല. അവിടെ വേറെ ഒരു പ്രശ്നം, അവിടെ ലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സൗഹൃദത്തിൽ വേറെ പ്രശ്നങ്ങളുണ്ടാകേണ്ട കാര്യമില്ല.